ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ റീഡിങ്ങിൽ നിങ്ങൾ കാണാൻ പോകുന്നത് നിങ്ങൾക്ക് വരാൻ പോകുന്ന മേജർ ബ്ലെസ്സിങ്സ് ആൻഡ് മിറാക്കിൾസ് ഇൻ യുവർ ഫ്യൂച്ചർ ലൈഫ്. നിങ്ങളുടെ ഭാവി ജീവിതത്തിൽ നിങ്ങൾ സംഭവിക്കാനിരിക്കുന്ന മേജറായിട്ടുള്ള ബ്ലെസ്സിങ്സും അത്ഭുതങ്ങളും എന്തൊക്കെയാണെന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടിയുള്ള ബെൽ ബട്ടണൊക്കെ എനേബിൾ ചെയ്യുക. ആൻഡ് നിങ്ങളോട് പറയാനുള്ളത്, നമുക്ക് 3 ചാനലുണ്ട്. 3 ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഒന്ന് പോയി സബ് ചെയ്തിട്ട് വരിക. മെഡിറ്റേഷൻ്റെ ബൈറ്റ് വെക്കുന്നുണ്ട്, അതൊന്ന് കണ്ടിട്ട് പെട്ടെന്ന് വരിക. നിങ്ങൾക്ക് കൂടുതൽ റെസൊനേഷൻ വരാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. മേജർ ബ്ലെസ്സിങ്സ് ആൻഡ് മിറാക്കിൾസ് ഇൻ യുവർ ലൈഫ്. മേജർ ബ്ലെസ്സിങ്സ് ആൻഡ് മിറാക്കിൾസ് ഇൻ യുവർ ലൈഫ്. മേജർ ബ്ലെസ്സിങ്സ് ആൻഡ് മിറാക്കിൾസ് ഇൻ യുവർ ലൈഫ്. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് എന്ന് പറയുന്നത്. ആൻഡ് നിങ്ങളോട് പറയാനുള്ള മെയിനായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇനി വരാൻ പോകുന്ന വളരെ വാല്യബിൾ ആയിട്ടുള്ള, നിങ്ങൾക്ക് വളരെ വില മതിക്കുന്ന ചില അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് നമ്മളിനി പറയാൻ പോകുന്നത്. നിങ്ങളുടെ ജീവിതത്തിനെയും ലൈഫിനെയും നിങ്ങളുടെ ആ മൊത്തം നാച്ചർ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന, അല്ലെങ്കിൽ മാറ്റിമറിക്കാനായിട്ട് കെൽപ്പുള്ള പല കാര്യങ്ങളും ഇനി നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോവുകയാണ് എന്നാണ് ഈ ഒരു സ്പ്രെഡിൽ കാണുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഇനി ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് നേരിടേണ്ടതും അനുഭവിക്കേണ്ടതുമായിട്ടുണ്ട്. അതിൽ ഒരുപാട് സങ്കടങ്ങളുണ്ടാവും, ദുഃഖങ്ങളുണ്ടാവും, പല കാര്യങ്ങളും മിക്സ്ഡ് ആയിട്ടായിരിക്കും നമ്മൾ നമ്മുടെ ലൈഫിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുക. അത്തരത്തിൽ നിങ്ങളുടെ ഫ്യൂച്ചർ ലൈഫിൽ വരാൻ പോകുന്ന, എത്ര കാലമാണെങ്കിലും അത്ര കാലത്തിനുള്ളിൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന ബ്ലെസ്സിങ്സും മിറാക്കിൾസും എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇന്നിവിടെ നോക്കുന്നത്. അത് നിങ്ങളുടെ ലൈഫിനെ മാറ്റിമറിക്കാൻ കെൽപ്പുള്ള കാര്യങ്ങൾ പലതും സംഭവിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ജീവിതത്തിൽ പലതും അനുഭവിച്ചിട്ടുള്ളവരും അല്ലെങ്കിൽ പല കാര്യങ്ങളും പല സ്ട്രഗിൾസും നേരിട്ടിട്ടുള്ളവരുമായിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ. ഒരുപാട് പ്രതിസന്ധികൾ അല്ലെങ്കിൽ ഒരുപാട് കഷ്ടതകൾ, ഒരുപാട് സ്ട്രഗിളിങ്സ് ഒക്കെ ഫൈറ്റ് ചെയ്ത് കടന്ന് മുന്നോട്ട് വന്നിട്ടുള്ളവരാണ് നിങ്ങൾ. പല കാര്യങ്ങളും നിങ്ങൾ ഫൈറ്റ് ചെയ്തിട്ട് മുന്നോട്ട് നേടിയിട്ടുള്ളവരാണ്. അതുപോലെ തന്നെ ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്തിട്ട് ഫൈറ്റ് ചെയ്തിട്ടൊക്കെയാണ് നിങ്ങളിപ്പോൾ ഇതുവരെ എത്തി നിൽക്കുന്നത്. ജീവിതത്തിൻ്റെ പല സ്ഥലങ്ങളിലും ലൈഫിൻ്റെ പല സ്റ്റേജുകളിലും
എങ്ങനെയെന്ന് ആലോചിച്ചിട്ട് പേടിച്ച് നിന്നിട്ടുള്ള അല്ലെങ്കിൽ വിറച്ച് നിന്നിട്ടുള്ള പല അവസ്ഥകളും നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്, നിങ്ങളിപ്പോഴും അനുഭവിക്കുന്നുണ്ട്. കഴിഞ്ഞു പോയ കുറേ പാസ്റ്റ് ലൈഫ് ട്രോമാസ് നിങ്ങളുടെ ലൈഫിനെ നിങ്ങളെ ഭയങ്കരമായിട്ട് വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനൊക്കെ കുറച്ച് കാലം മുന്നേ വരെ നിങ്ങൾക്കുണ്ടായിരുന്നു. അത് നിങ്ങൾ വളരെ ഹെവി ആയിട്ട് തന്നെയാണ് നിങ്ങൾ കണ്ടിരുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് കവർ ചെയ്ത് മുന്നോട്ട് പോവുക എന്നൊന്നും നിങ്ങൾക്ക് ഒരു പിടുത്തം ഉണ്ടായിരുന്നില്ല. അതുപോലെയായിരുന്നു നിങ്ങൾ ജീവിച്ചിരുന്നത്. എങ്ങനെ മാറ്റിയെടുക്കാം, എങ്ങനെ മറച്ചെടുക്കാം ഒന്നും മനസ്സിലാകാത്തൊരു സിറ്റുവേഷനൊക്കെ ആയിരുന്നു നിങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിരുന്നിരുന്നത്. എന്നാൽ ഇനി അങ്ങോട്ട് നിങ്ങൾ അനുഭവിക്കാൻ പോകുന്ന ഭാഗ്യങ്ങൾ എല്ലാവർക്കും അസൂയ ജനിപ്പിക്കുന്ന പല സംഗതികളും ഉള്ളതാണെന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്ന് കരുതിയിട്ടുള്ള, നിങ്ങൾക്കിനി ഈ ജന്മം നിങ്ങൾക്ക് ലഭിക്കില്ല എന്ന് കരുതിയിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ അട്രാക്റ്റ് ചെയ്തെടുക്കാൻ പോവുകയാണ്. നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ്, നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നടത്തിയെടുക്കാൻ നിങ്ങൾ ചെയ്തിട്ടുള്ള മാനിഫെസ്റ്റേഷൻസ്, യെസ്, യുവർ ഡ്രീംസ് വിൽ കം ട്രൂ എന്നാണ് പറയുന്നത്. അതായത് നിങ്ങളുടെ ആഗ്രഹങ്ങൾ, നിങ്ങളുടെ അഭിലാഷങ്ങൾ, നിങ്ങളുടെ ഡ്രീംസ് എല്ലാം തന്നെ യാഥാർത്ഥ്യത്തിലേക്ക് വരാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. നഷ്ടപ്പെട്ടു എന്ന് കരുതിയിട്ടുള്ള പല ബന്ധങ്ങളും നിങ്ങളെ തേടി വരുന്നു. അതാണ് നിങ്ങൾക്ക് സംഭവിക്കാനിരിക്കുന്ന ഫ്യൂച്ചറിലെ ഏറ്റവും വലിയ ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ഒരു മിറാക്കിൾ എന്ന് പറയുന്നത്. നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് നിങ്ങൾ നഷ്ടപ്പെട്ടു പോയി, നിങ്ങൾക്ക് തിരിച്ചു വേണമെന്ന് ആഗ്രഹിച്ചിട്ട് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ, അല്ലെങ്കിൽ പല ബന്ധങ്ങളാണ് ഇതിൽ ഏറ്റവും കൂടുതൽ വാല്യൂ ആയിട്ട് കാണുന്നത്. ബന്ധങ്ങൾ കൂടുതൽ സ്ട്രോങ് ആവുന്നതും പഴയതിനേക്കാൾ വളരെ 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 സ്ട്രോങ് ആവുന്നതും നിങ്ങളുടെ ലൈഫിലേക്ക് അവർ കടന്നു വരുന്നതുമാണ് ഏറ്റവും വലിയ മിറാക്കിളായിട്ട് കാണുന്നത്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ലൈഫ് അസൂയാവഹമാണ്. നിങ്ങൾ വെച്ചടി കയറുന്ന ഒരു സിറ്റുവേഷൻ, നിങ്ങൾ തൊട്ടതെല്ലാം പൊന്നാക്കുന്ന ഒരു സിറ്റുവേഷൻ, ഏത് രീതിയിലും മുന്നോട്ട് കടന്നു ചെല്ലാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ, ഇതിലേക്കൊക്കെ നിങ്ങൾ കടന്നു ചെല്ലുകയാണ്. നിങ്ങൾക്ക് നല്ല കോൺഫിഡൻസ് വരുന്നു, ആത്മവിശ്വാസം വളരെയധികം വർദ്ധിക്കുന്നു, മുന്നോട്ട് നിങ്ങൾ നല്ല രീതിയിൽ നീങ്ങുന്നു. നിങ്ങൾ കയ്യിൽ നിന്ന് പോയി, എൻ്റെ കയ്യിൽ നിന്ന് അത് നഷ്ടമായി പോയി, ഇനി അത് തിരിച്ച് കിട്ടില്ല എന്ന് കരുതിയിട്ടുള്ള പലതും നിങ്ങളുടെ ഉള്ളം കയ്യിലോട്ട് തിരിച്ചു വരാൻ പോകണം. അപ്പോൾ നിങ്ങളതെടുത്ത് ഇങ്ങനെ ഒരു മടക്കിപ്പിടി ഉണ്ട് മോനെ, പിന്നെ അത് നിങ്ങൾ വിടുത്തില്ല. ആ മടക്കി പിടിച്ചത് നിങ്ങൾ പിന്നെ വിടുത്തില്ല. അപ്പോൾ അതാണ് നിങ്ങൾക്ക് വരുന്ന സെക്കൻഡ് മിറാക്കിൾ എന്ന് പറയുന്നത്. നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയി എന്ന് കരുതിയ പലതും നിങ്ങളുടെ ഉള്ളം കയ്യിലേക്ക് തിരിച്ചു കയറാൻ പോകുന്നു. അത് നിങ്ങളതിനെ ഒരു തിരിയിട്ട് കൊടുത്തിട്ടോ പൊടിയിട്ട് കൊടുത്തിട്ടോ ഒന്നുമല്ല. അത് അതിൻ്റെ സമയമാകുമ്പോൾ അത് തിരിച്ച് നിങ്ങളുടെ കൈകളിലേക്ക് വന്ന് കയറുന്നു. അവരുമായിട്ടുള്ള നല്ല സമയങ്ങൾ നിങ്ങൾ ആസ്വദിക്കാൻ പോകും. നിങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടമായി എന്ന് പറഞ്ഞാൽ ആ ബന്ധങ്ങളിൽ നിങ്ങൾക്ക് നഷ്ടമായി പോയിട്ടുള്ള സമയങ്ങൾ, നിങ്ങൾക്ക് നഷ്ടമായി പോയിട്ടുള്ള വാല്യുബിൾ ആയിട്ടുള്ള മൊമെൻറ്റ്സ്, അതൊക്കെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടുകയാണ്. അത് തിരിച്ചു കിട്ടുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് അത് എൻജോയ് ചെയ്യാൻ പോവാണ്. ആൻഡ് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടമായിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള രേഖകൾ, ക്യാഷ് രേഖകൾ മീൻസ് ഇപ്പം ID പ്രൂഫ്, പ്രോപ്പർട്ടിയുടെ ആധാരം, അല്ലെങ്കിൽ റേഷൻ കാർഡ്, ID പ്രൂഫുകൾ, ഇപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ്, പാൻ കാർഡ്, ആധാർ കാർഡ്, റിലേറ്റ് ചെയ്തിട്ടുള്ള ഏത് ഡോക്യുമെൻറ്റ്സ് അടങ്ങിയ ഒരു പേഴ്സോ ഒരു ബാഗോ ഒക്കെ നിങ്ങൾക്ക് മിസ്സായിട്ടുണ്ടാവാം വളരെ കാലം മുമ്പോ കുറച്ച് നാൾ മുമ്പോ ഒക്കെ. ആ സാധനം നിങ്ങൾക്ക് തിരിച്ചു കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട്. ക്യാഷൊക്കെ നിങ്ങൾക്ക് കളഞ്ഞു പോയി എന്ന് വിചാരിച്ചത്, അത് ഞാൻ വല്ല അനാഥാലയത്തിനും കൊടുത്തോളാം എന്ന് വിചാരിച്ച് വെച്ചിട്ടുള്ള പല കാര്യങ്ങളും കൊടുത്തു എന്ന് വിചാരിച്ചോളാം എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട പൈസ ആയിരിക്കും. പക്ഷെ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും അത് ഞാൻ വല്ല അനാഥാലയത്തിനും കൊടുത്തു എന്ന് വിചാരിച്ചോളാം എന്ന് പറഞ്ഞ് നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിട്ടുള്ള ആ പൈസയൊക്കെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നുണ്ട്. ജോലിയിൽ ചില മാറ്റങ്ങൾ, ചില കുഞ്ഞു മാറ്റങ്ങൾ, അതായത് പ്രമോഷൻ, ജോലിക്കയറ്റം, സ്ഥാനമാറ്റം, ട്രാൻസ്ഫർ, അങ്ങനെ ചിലതൊക്കെ ലഭിക്കാനുള്ള ഒരു ടൈം ആയിട്ടുണ്ട്.
അങ്ങനെ ചിലതൊക്കെ നിങ്ങളുടെ ലൈഫിൽ വന്നു കയറാനുള്ള ഒരു സമയമായിട്ടുണ്ടെന്ന് തന്നെയാണ് കാണുന്നത്. ക്യാഷ് റിലേറ്റഡ് ആയിട്ടുള്ള സംതിങ്ങും ലഭിക്കുന്നെന്ന് അതെന്താണെന്ന് ക്ലിയർ ആവുന്നില്ല. ക്യാഷ് നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയിട്ടുള്ളതോ വന്നിട്ടുള്ളതോ ഏതെങ്കിലും വിധേന നിങ്ങൾക്ക് കിട്ടാനുള്ളതോ, മേ ബി ലോൺ ആയിരിക്കാം, ലോട്ടറി ആയിരിക്കാം, എന്ത് തന്നെ ആയിക്കോട്ടെ, അങ്ങനെ എന്തെങ്കിലും റിലേറ്റ് ചെയ്തിട്ടുള്ള പൈസകൾ വല്ലതും നിങ്ങൾക്ക് കിട്ടാതെ നിങ്ങൾ വിഷമിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അതുമായിട്ട് ക്യാഷ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തോ സംതിങ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് എന്ന് കാണുന്നുണ്ട് കേട്ടോ. അത് എക്സാക്റ്റ് എനിക്ക് പറയാൻ പറ്റില്ല. ചേച്ചി അങ്ങനെ പറയല്ലോ എനിക്കത് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ ആരും ചോദിച്ചു വരണ്ട. പക്ഷെ എനിക്ക് അങ്ങനെ എക്സാക്റ്റ് എന്താണെന്ന് കിട്ടുന്നില്ല. ചുരുക്കത്തിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൻ്റെ പുരോഗതിയെ ഗണ്യമായി ബാധിക്കുന്ന എത്രയോ കാര്യങ്ങൾ, നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പ്രാപ്തിയുള്ള പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നു, നിങ്ങളുടെ ലൈഫിൽ സംഭവവേദ്യമാകുന്നു എന്ന് തന്നെ പറയാം. ഈ മാറ്റങ്ങളെല്ലാം നിങ്ങളെ ഒരു പുതിയ മനുഷ്യനാക്കി രൂപം കൊള്ളാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ മാറ്റങ്ങളൊക്കെ നിങ്ങളെ നേരെ വിരൽ ചൂണ്ടുന്നത് വളരെ വലിയൊരു സ്ട്രെസ് ഇല്ലാത്ത ശാന്തമായിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു ലൈഫിലേക്ക് നിങ്ങളെ നയിക്കുന്നതായിട്ടാണ് കാണുന്നത്. അല്ലെങ്കിൽ നല്ലൊരു ജീവിതത്തിൻ്റെ ഭാഗഭാക്കുകളാവാനായിട്ട് നിങ്ങളെ പ്രേരിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഇതുവരെ നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല, ചേഞ്ചസ് ഒന്നും സംഭവിച്ചിട്ടില്ല, കുറേ കാലമായി ഞാൻ റീഡിങ് കാണുന്നു എന്നൊക്കെ പറഞ്ഞ് വിഷമിച്ചിരിക്കുന്നവരോട് നിങ്ങൾക്കുള്ള സമയം ഉടനെ തന്നെയുണ്ട്, അടുത്തെത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ അധികം നിങ്ങൾ വിഷമിക്കേണ്ട, അധികം നിങ്ങൾ സങ്കടപ്പെടുകയും വേണ്ട. പാസ്റ്റ് ലൈഫ് ട്രോമാസിനെയൊക്കെ നിങ്ങൾ അവിടെ വിട്ട് കളയുക, ലെറ്റ് ഗോ ചെയ്ത് മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് നഷ്ടപ്പെട്ട പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. അതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക, പോസിറ്റീവായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക, ഒരിക്കലും നെഗറ്റീവ് എനർജി അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. നമ്മുടെ 3 ചാനലിൻ്റെ അപ്ലോഡിങ് സമയങ്ങൾ മാറ്റിയിട്ടുണ്ട്. സ്പിരിച്വൽ ജേണിയിൽ വൈകിട്ട് 6 PM, സൈക്കിക്കിൽ 7 PM, മൂൺ ഗോഡസിൽ 8 PM നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. ആൻഡ് നമ്മുടെ പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നു. ഇതെൻ്റെ ലൈഫിലേക്ക് വരണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നും പറഞ്ഞ് ജേണൽ ചെയ്യുക കമൻറ്റ് ബോക്സിൽ. ആൻഡ് നിങ്ങളുടെ വ്യക്തിയുടെ പേരും കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് കാണാം. ആൻഡ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ് ചെയ്യാനൊന്നും മറക്കരുത്. 3 ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, ഒന്ന് പോയി കണ്ടിട്ട് വരിക. ഹെഡിങ്ങിന് താഴെയുള്ള ഒരു മോറുണ്ട്, ആ മോറിൻ്റെ താഴെ വീണ്ടും ഒരു മോറ് കാണാം. ആ 2 മോറും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങോട്ട് നീണ്ട പേജിൽ ഞാൻ മലയാളത്തിൽ കുറച്ചധികം ഇതാക്കി വെച്ചിട്ടുണ്ട്. അതൊന്ന് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ അടുത്ത കിടിലൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ, ഹാവ് എ നൈസ് ഡേ, ബൈ.